ശ്രീകുണ്ട വികാരിയച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, കൊടിയേറ്റോടുകൂടി നമ്മുടെ തിരുനാളോടെ ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് ഈ ഒരു കുരിശടി ആരംഭത്തിൽ ഒത്തിരിയധികം ദൈവികത കൊണ്ടുവരുവാൻ, ദൈവികമായ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് അന്നത് ആരംഭിക്കുന്നത്. അതനുസരിച്ച് ഇതിന് ഒത്തിരിയധികം വളർച്ചയാണ്. ചാരിറ്റബിൾ സൊസൈറ്റി ട്രസ്റ്റുണ്ട്. ഒത്തൊരുമിച്ചുള്ള എല്ലാവരുടെയും ഒരു പ്രവർത്തനം, സഹകരണം, പങ്കുവയ്ക്കൽ, സ്നേഹം പങ്കുവയ്ക്കൽ, ഇതെല്ലാം കൊണ്ട് ഇത് ഒത്തിരിയധികം അർത്ഥപൂർണമായി മാറിയിരിക്കുന്നു. അന്ന് ഈ മതിൽ കെട്ടുമ്പോൾ, ആശ്രമത്തിന് മതിൽ കെട്ടുമ്പോൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇവിടെ തിലയിലുള്ള എല്ലാവർക്കും ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടൊരു ഇടം വേണമെന്ന്. ഇന്ന് ഈ കുരിശടി എന്ന് പറയുന്നത് ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഇടമാണ്. ആധ്യാത്മികമായ പ്രവേശനത്തിനായിട്ട്, ആധ്യാത്മിക പ്രവേശനം ഈ കുരിശടി വഴി ഇവിടെ കടന്നു പോകുന്ന എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്നു. ആധ്യാത്മികമായ ധന്യതയുണ്ട്. ആധ്യാത്മികമായിട്ട് ആഴപ്പെടുന്നത് കൊണ്ട് ദേവാലയത്തിൽ പ്രവേശിക്കുന്നു, ദൈവത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇതെല്ലാം അർത്ഥപൂർണമായിട്ട് ഇന്നത് സംഭവികമായിരിക്കുകയാണ്. ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കിയാൽ, എന്തുകൊണ്ടാണ് പടയാളിയായിരുന്ന സെബസ്ത്യാനോസിന്റെ പേരുള്ള ഒരു കുരിശടി? അതിനും കാരണമുണ്ട്. ഇത് ഈ തില്ലേരി എന്നുള്ള ഈ സ്ഥലം എവിടെ നിന്ന് വരുന്നു? ആർട്ടിലറി എന്നുള്ള പദത്തിൽ നിന്നാണ് വരുന്നത്. പണ്ടുകാലങ്ങളിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇതെല്ലാവും യുദ്ധക്കോപ്പുകളൊക്കെ സംഭരിക്കുന്ന ഇടമായിരുന്നു ഇത്. ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് വിടുമ്പോഴേ ഇത് സഭയ്ക്ക് ഇത് ലഭ്യമാവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ തിലരി ആശ്രമം വരുന്നത്. 1932 തിലരി ആശ്രമം ആരംഭിക്കുന്നില്ല. അപ്പം അന്ന് ആദ്യകാലങ്ങളിൽ ഇതെല്ലാവും ഇങ്ങനെ ഒറ്റപ്പെട്ട ഇതെല്ലാവും പടയാളികളുടെ പട്ടാള കുരിശടികളെ അറിയാം, ബീരങ്കി മൈതാനം അറിയാം, ഇതെല്ലാവും പട്ടാളത്തിൻ്റെ സ്ഥലങ്ങളായിരുന്നു ഇത്. അപ്പോൾ ഈ തില്ലേരി എന്നുള്ളത്, ഈ ആർട്ടിലറി എന്നുള്ളത് പറഞ്ഞത് തില്ലേരിയായി മാറിയതാണ്. അപ്പോൾ സംരക്ഷണതയുടെ ഇടമാകേണ്ടതാണിത്. ഒരു കാലത്ത് തില്ലേരിയിലേക്ക് വരുവാനായിട്ട് ആൾക്കാർക്ക് ഭയമായിരുന്നു. അന്ന് വിജന സ്ഥലമായിരുന്നു. ആശ്രമം വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഈ കുരിശടി ആരംഭിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട്, ആശ്രമത്തിലുണ്ട്. ഞാൻ ലോറൻസ് അച്ഛനാണ്, ഞാൻ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ആരംഭിക്കുന്നത് ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിന്ന് ഈ കൊടിയേറ്റോടുകൂടി നമ്മൾ പറഞ്ഞു, ഞങ്ങളിത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ ആധ്യാത്മികമായ ഓരോ ഒരുക്കങ്ങളും ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിളംബരം ചെയ്യുകയാണ്. വെടിക്കെട്ടോടുകൂടി നമ്മൾ വിളംബരം ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പം നമുക്ക് ഹൃദയങ്ങളെ കൊടി ഉയർന്നതോടെ നമുക്കും ദൈവത്തിലേക്ക് ഉയരാം. ചിന്തയില്, ധ്യാനത്തില്, പ്രാർത്ഥനയില് നമുക്ക് ഉയർന്നുകൊണ്ട് യേശുവോടൊപ്പമായിരിക്കാം. യേശുവോടൊപ്പമായിരുന്നുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കാം. നമുക്ക് മാത്രമല്ല, ആരെല്ലാം ഇതിലേക്ക് കടന്നു വരുന്നു അവർക്കെല്ലാവർക്കും അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാനായിട്ടുള്ള പ്രയത്നമായിട്ട് നമുക്ക് മാറാം. ഈ കുരിശടി എന്ന് പറയുന്നത് ഒത്തിരിയധികം ആൾക്കാർക്ക് അനുഗ്രഹങ്ങൾ ലഭ്യമാകുവാനാണ്. നമുക്ക് മാത്രമല്ല, ആരെല്ലാം ഇവിടെ വരുന്നു ഏവർക്കും വേണ്ടി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ തിരുനാൾ ഈ ദിവസങ്ങളിലുള്ള ഒരുക്കങ്ങൾ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അവിടത്തോട് ഒപ്പമായിരിക്കാം. നമുക്ക് മിസ്റ്റർ സെബസ്ത്യാനോസിനെ കുറിച്ചൊന്ന് ഓർക്കുമ്പോൾ, ചരിത്രമൊക്കെ നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വിചാരിക്കുന്നത് ഈ സെബസ്ത്യാനോസിന്റെ നമ്മളെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പലരുമായിട്ടുള്ള സാമ്യമൊക്കെ ഒന്ന് ചിന്തിക്കാമെന്നാണ്. ഒന്നാമതായിട്ട് ഈ മിസ്റ്റർ സെബസ്ത്യാനോസ് ഇറങ്ങിത്തിരിച്ചത് എന്തിനേയും കീഴടക്കുവാനുള്ളൊരു മനോഭാവം. ഉൽപ്പത്തി സാമൂഹ്യന്റെ 1-ാം പുസ്തകത്തിൽ ഹന്നയെ കുറിച്ച് പറയുന്നുണ്ട്. ഹന്ന മക്കളില്ലാത്ത ആളായിരുന്നു. അന്ന് ആ കാലത്ത് മക്കളില്ല എങ്കിൽ എല്ലാവരും പറയും ഇതെല്ലാം ദൈവശിക്ഷണമാണ്, ഇതെല്ലാം പറയും. അങ്ങനെ തന്നെ ഹന്നയെയും കണക്കൂട്ടി ഹന്ന അതുകൊണ്ട് ഭയങ്കര എന്തെന്നില്ലാത്ത
ആ സങ്കടത്തിലായിരുന്നു. എന്നാൽ ആ ഹന്നയുടെ ഉണ്ടായിരുന്ന പെനിന്യ 2 ഭാര്യമാരാണ്. എൽക്കാനായ്ക്ക് ആ മനുഷ്യന് ആ ഹന്നയോടാണ് കൂടുതൽ സ്നേഹമെങ്കിലും ഭാര്യയുള്ളവരെയാണ് കൂടുതൽ സംരക്ഷിച്ചിരുന്നത്. അദ്ദേഹം തീർത്ഥാടനത്തിൽ എല്ലാ വർഷവും പോകുമ്പോഴേ ഹന്നയ്ക്ക് വേണ്ടി 1% മാത്രമേ അവൾ അർപ്പിക്കൂ. എന്നാൽ പെനിന്യ മക്കളുള്ളത് കൊണ്ട് ദൈവം അനുഗ്രഹിച്ച് അവളായതുകൊണ്ട് ഇവള് ഒത്തിരിയധികം ദൈവത്തിന് കൊടുക്കുന്നു. ഇദ്ദേഹം ഈ തീർത്ഥാടനത്തിൽ പോകുന്ന സമയത്ത് ഹന്നയ്ക്കൂടെ കഷ്ടപ്പാടാണ് എന്ന് പറയുമ്പോൾ അടുത്ത ഭാര്യ 2 ഭാര്യമാരാണ്. അവളാണെങ്കിൽ ഈ കിട്ടിയ തക്കം നോക്കിയിട്ട് ഹന്ന എന്തെന്നില്ലാതെ കഷ്ടപ്പെടുത്തും. അവളൊന്ന് കരയുകയാണ്. ഈ ഭർത്താവ് തിരിച്ചു വരുന്ന സമയത്ത് ഹന്ന ഇരുന്ന് കരയുകയാണ്. ഹന്ന പറഞ്ഞു, ഞാൻ ഇതാ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ കാണുന്നില്ലേ അങ്ങയുടെ ഭാര്യ എന്നെ ഇതാ വിഷമിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ചോദിക്കുന്നു, ഹന്ന നീ എന്തിനു കരയുന്നു? നിന്റെ 10 മക്കളെക്കാളും കൂടുതലല്ലേ ഞാൻ എന്ന് ചോദിക്കുന്നു. നിന്റെ 10 മക്കളെക്കാളും കൂടുതലല്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. ഹന്ന എല്ലാവരും ഇതാ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഹന്ന അവിടെ മടുത്ത് തോറ്റു സമ്മതിക്കുന്നില്ല. ഹന്ന അവിടെ നിന്നും ഉയരാനായിട്ട് തീരുമാനിക്കുകയാണ്. പ്രാർത്ഥനയോട് കൂടി ദേവാലയത്തിലേക്ക് പോവുകയാണ്. ദേവാലയത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കുവാനാണ്, ദൈവത്തോട് ഏതാനും കാര്യങ്ങൾ പറയുവാനാണ്, തന്റെ തീരുമാനം അറിയിക്കുവാനാണ്. എന്താണ് ആ തീരുമാനം? അങ്ങ് എനിക്കൊരു കുഞ്ഞിനെ തരികയാണെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ദൈവത്തിലേക്ക് അങ്ങേക്കായി സമർപ്പിക്കും, അവൻ ദേവാലയ ശുശ്രൂഷ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങ് തീരുമാനിച്ചു. അവിടെ ദേവാലയത്തിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേതാ അടുത്ത പ്രശ്നം. ഏലി എന്ന പുരോഹിതൻ മുന്നോട്ട് വന്നിട്ട് ചോദിക്കുന്നു, ഹന്ന നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ഹന്ന നിനക്ക് ഇങ്ങനെ ധൈര്യമുണ്ടായി? മദ്യപിച്ച് മനോമത്തയായിക്കൊണ്ട് നീ ഇവിടെ വന്നിരുന്ന് പുലമ്പുവാനായിട്ട് എങ്ങനെ ധൈര്യമുണ്ടായി? കാരണം ഹന്ന അവിടെ നിന്ന് അവളുടെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദമൊന്നും വരുന്നില്ല. അവളുടെ മുഖഭാഗം കണ്ടപ്പോൾ പുരോഹിതന് മനസ്സിലാക്കിയത് അവള് മദ്യപിച്ചിരിക്കുകയാണ് എന്നുള്ളത്. അവള് പറയുകയാണ്, ഇല്ല, ധൈര്യസമേതം ഇതെല്ലാം കേട്ടിട്ട് അവിടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുകയല്ല ചെയ്ത് ധൈര്യം സംഭരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് കിട്ടുന്ന ഒന്നാണ് എന്തെന്നില്ലാത്ത ധൈര്യം. ഈ ഹന്നയ്ക്ക് എന്തെന്നില്ലാത്ത ധൈര്യത്തോട് പറയുകയാണ്, ഇല്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്, ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഏലി പറയുന്നത് വീണ്ടും അവളെ ശകാരിക്കുകയല്ല, അവളെ വീണ്ടും തരം താഴ്ത്തുകളോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. അപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഹന്നയ്ക്ക് സാമുവേലിനെ ലഭിക്കുന്നു. സാമുവേലിനെ കുഞ്ഞുനാളിൽ തന്നെ അവൾ ദേവാലയത്തില് എത്തിച്ചേർക്കുകയാണ്. സാമുവേൽ പിന്നീട് പ്രവാചകനായിട്ട് മാറുന്നു. സാമുവേലിന് ദൈവത്തിന് കൊടുത്തതായ ഹന്നയ്ക്ക് വീണ്ടും 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ജനിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇന്ന് ഒത്തിരിയധികം പേര് ഓരോ പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ അവിടെ നിന്ന് പരാജയപ്പെട്ടുകൊണ്ട് ആ പ്രശ്നത്തിൽ നിന്നും ഓടി അകലുകയാണ്. ആ പ്രശ്നത്തിൽ നിന്നും ഉടനെ ചിലപ്പോൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഹന്ന ധൈര്യസമേതം ദൈവത്തിന് അടുക്കിലേക്ക് വന്ന് എല്ലാത്തെയും വിജയിച്ചു. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് കടന്നു പോകുമ്പോൾ വലിയ പല ആൾക്കാരും ബന്ധികളായിരുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ഒരുക്കത്തിന്റെയും ആ സമയം കഴിഞ്ഞിട്ട് അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചില്ല. പറയുവാനായിട്ട് ഒത്തിരി സമയമൊന്നുമില്ല. അതിങ്ങനെ ഒത്തിരിയധികം നമുക്ക് വാശി കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കും. അങ്ങനെ ധൈര്യസമയം ഒന്നാമതായിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടത്, എന്ത് വന്നാലും ധൈര്യസമയത്ത് ഞാൻ നേരിടും, ഞാൻ പരാജയപ്പെടുകയില്ല, ആരുടെ മുമ്പിൽ ഞാൻ പരാജയപ്പെടുകയില്ല, എന്ത് വന്നാലും ഞാൻ നേരിടും, ജീവിതത്തിന് ഞാൻ നേരിടും എന്നുള്ള തീരുമാനമാണ് ഒന്നാമതായിട്ട് വേണ്ടത്. വിശുദ്ധ സെബസ്ത്യാനോസിൽ നിന്നും പഠിക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും, എന്ത് വന്നാലും ഞാൻ നേരിടും എന്നുള്ള ധൈര്യം. അത് എവിടെ നിന്ന് ലഭിക്കുന്നു? ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കേണ്ടത്? ദൈവത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ദൈവത്തിൽ നിന്നും പ്രാർത്ഥനയുടെ കൂടി നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്, ദൈവത്തിലേക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ഉയരാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ സൂര്യഭഗവാൻ ചന്ദ്രനെ വിളിച്ച് പറഞ്ഞു, വൈസന്ധ്യയായി, ഞാൻ മടങ്ങുകയാണ്, അതുകൊണ്ട് നീ ഭൂമിക്ക് പ്രകാശം കൊടുക്കണം. ചന്ദ്രൻ പറഞ്ഞു, ഞാനെങ്ങനെ പ്രകാശം കൊടുക്കും? എനിക്ക് പ്രകാശമില്ലല്ലോ. സൂര്യൻ പറഞ്ഞു, ശ്രദ്ധിക്കുക,
നീ എനിക്ക് അഭിമുഖമായി നിൽക്കുക. എനിക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ എന്നിലെ പ്രകാശം നിനക്ക് ഭൂമിക്ക് പ്രതിനിധി കൊടുക്കാൻ സാധിക്കും, റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കും, അങ്ങനെ ഭൂമിക്ക് പ്രകാശം കൊടുക്കുവാൻ സാധിക്കും എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, വിശുദ്ധരെല്ലാം ചെയ്തതാണ്. ദൈവത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൽ നിന്നുള്ള പ്രകാശമാണ് ഏവർക്കും കൊടുത്തത്. ദൈവത്തിൽ നിന്നുള്ള വിശുദ്ധിയാണ്, ദൈവികതയാണ് എല്ലാവർക്കും കൊടുത്തത്. നാം ഓരോരുത്തരും ഇന്ന് തീരുമാനിക്കേണ്ടത്, ഞാനും ക്രിസ്തുവിൽ നിന്നും എല്ലാം സ്വീകരിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, പ്രാർത്ഥനയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട്, ദൈവികത സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവർക്കായി അത് നൽകും എന്ന് പറയുന്നു. കാരണം ഇന്ന് ഒത്തിരിയധികം പേർക്ക് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായിട്ട് ഇന്നും ഒത്തിരിയധികം ആവശ്യമുണ്ട് എന്നുള്ളത് മറക്കാതിരിക്കാം. സെബസ്ത്യാനോസിലേക്ക് ഒന്ന് കടന്നു വരാം. ഒന്നാമതായിട്ട് സെബസ്ത്യാനോസിനെ ഞാനിന്ന് കണ്ടത് ദാനിയേൽ പ്രവാചകനുമായിട്ടുള്ള ഒരു സാമ്യമാണ്. ദാനിയേൽ പ്രവാചകനുമായിട്ട് ഒത്തിരിയധികം സാമ്യമുണ്ട് എന്ന് പറയുവാൻ സെബസ്ത്യാനോസ് ഒരു രക്തസാക്ഷിത്വം വഹിച്ച ആളാണ്. ജീവിതത്തെക്കാളും കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിച്ച് അതിനാണ് പ്രാധാന്യം എന്ന് പറയുന്ന സെബസ്ത്യാനോസ്, ദാനിയേലും തന്റെ ജീവിതത്തിൽ ദൈവത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സ്വീകരിച്ച, എന്നെ അനുഗ്രഹിച്ച ആ സത്യദൈവത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാനിയേൽ മുന്നോട്ട് വരുന്നത്. ദാനിയേൽ പ്രവാചകൻ ദാനിയേലിന്റെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു സംഭവമുണ്ട്. നെബൂഖദ്നേസർ അവിടെ പറയുകയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം, നിങ്ങൾ എന്റെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കണം. ആ സ്വപ്നം എന്താണെന്ന് പറയണം, സ്വപ്നം എന്താണെന്ന് വ്യാഖ്യാനിക്കണം. അന്ന് അവിടെ വിജ്ഞാനികളായ മാന്ത്രികരായ ഒത്തിരിയധികം പേരുണ്ട്. അവരെല്ലാവരെയും വിളിച്ചു. അവരോട് പറഞ്ഞു അല്പം കൂടെ സമയം വേണം. രാജാവ് പറഞ്ഞു, ഇല്ല, അതേ സമയം തരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം പിന്മാറാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ സമയത്തിന് വേണ്ടി നിങ്ങൾ ചോദിക്കുകയാണ്. അതൊന്നും പറ്റില്ല, നിങ്ങൾ വരിക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആരും വന്നില്ല. അപ്പോഴേക്കും തീരുമാനിച്ചു, അദ്ദേഹം വിളംബരം ചെയ്തു, ഈ രാജ്യത്തിലുള്ള എല്ലാ മാന്ത്രികരെയും വിജ്ഞാനികളെയും കൊന്നുകളയുക. ആ സമയത്തെല്ലാം ദാനിയേലും കൂട്ടുകാരും അവിടെ ആ രാജ്യത്തിന്റെ തളങ്കൽ പാളയത്തിലുണ്ട്. അദ്ദേഹം ഇത് കേട്ടു. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിനെ ഒരാൾ കൊണ്ടുവന്ന് രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. പറഞ്ഞു, ഇതാ ദൈവികതയുള്ള ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹം അടുത്ത് വന്നാല് ഇതൊക്കെ സാധ്യമാകും, കുറച്ചൊക്കെ പറയാൻ സാധിക്കുമെന്ന് പറഞ്ഞ് അടുത്ത് വന്നപ്പോഴേ അദ്ദേഹം പറയുകയാണ്, രാജാവേ, എനിക്ക് അല്പം സമയം തരണമെന്ന് പറയുന്നു. അങ്ങനെ സമയം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാജാവ് പറയുന്നതാണ്, ദാനിയേൽ, നിനക്കത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദാനിയേൽ പറഞ്ഞു, എനിക്ക് സാധ്യമല്ല, പക്ഷേ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് ഇത് സാധ്യമാണ്, ഇത് ദൈവികതയാണ്, ദൈവമാണ് വെളിപ്പെടുത്താൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ അടുക്കൽ ചെന്നു. രാജാവിന്റെ അടുക്കൽ ചെന്നിട്ട് അവിടെ നിന്ന് ഈ സ്വപ്നം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ അങ്ങനെ അവിടെ മുമ്പിൽ വന്നിട്ട് വിളംബരം ചെയ്ത് വ്യാഖ്യാനിച്ചു. അതോടെ ദാനിയേലിന് ഉയർന്ന സ്ഥാനം കൊടുക്കുകയും ചെയ്തു. ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ദാനിയേൽ അവിടെ എല്ലാവർക്കും പ്രശംസനീയമായി മാറുകയാണ്. അതേപോലെ മിസ്റ്റർ സെബസ്ത്യാനോസും സെബസ്ത്യാനോസ് പടയാളിയായിരുന്ന അദ്ദേഹത്തിന് അവര് കൈപിടിച്ചുകൊണ്ട് ഇറ്റലിയിൽ വളർന്നതായ അദ്ദേഹം റോമില് എത്തിച്ചേരുകയും അക്കാലത്ത് ഒരു പടയാളിയാകുക എന്ന് പറയുന്നത് വിലപ്പെട്ട കാര്യമായതുകൊണ്ട് അതേപോലെ ഉന്നത വലിയ വലിയ കുടുംബങ്ങളിലെല്ലാം ആയിരിക്കുന്നവര് ആണ് ഇറങ്ങിത്തിരിക്കുന്നത്. അതേപോലെ സെബസ്ത്യാനോസ് ഇറങ്ങിത്തിരിക്കുകയാണ്. അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിട്ട് പട്ടാളത്തിൽ ചേരുകയാണ്. അവിടെ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ നിയമമുണ്ട്, പടയാളികളെല്ലാം തന്നെ അവരുടെ ദൈവത്തെ ആരാധിച്ചിരിക്കണം, ഇല്ല എങ്കിൽ ശിക്ഷയാണ്. പക്ഷെ സെബസ്ത്യാനോസ് ആരും പറയുന്നില്ല, ഞാൻ യഹൂദമതം സ്വീകരിച്ചവനാണെന്നോ ക്രിസ്ത്യാനിയാണെന്നോ പറയാതെ അദ്ദേഹം സാവകാശം അവിടെ നിന്നുകൊണ്ട് എല്ലാവരെയും ശുശ്രൂഷിക്കുകയാണ്. കൂടുതലും ദൈവത്തിന്റെ മക്കളായ ഓരോരുത്തരെയും ചെന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് അവർ ധൈര്യം പകർന്നുകൊണ്ട് അവിടെ ഒപ്പമായിക്കൊണ്ട് മുന്നോട്ട് പോയി. ദാനിയേൽ പ്രവാചകൻ പഴയ നിയമത്തിൽ തന്റെ ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിച്ചതുപോലെ സെബസ്ത്യാനോസ് സംരക്ഷിക്കുകയും ചെയ്തു. ഈ ദാനിയേൽ പ്രവാചകന്റെ സമയത്ത് ഓർത്തിരിക്കുക, അന്ന്
അത് ദൈവം എന്ന് പറയുന്നത് യഹൂദരുടെ ദൈവം എന്ന് പറയുന്നത് ആർക്കും സ്വീകാര്യമായിരുന്നില്ല. വ്യത്യസ്തമായ ദൈവമാണ്, ഒത്തിരിയധികം ശക്തിയുള്ള ദൈവമാണ്. പക്ഷേ അവർക്ക് അവരുടേതായ സാധാരണ ദൈവങ്ങളായിരുന്നു ഇഷ്ടം. ആ ദൈവത്തിന് പിന്നാലെയാണ് എപ്പോഴും അവര് പോയിക്കൊണ്ടിരുന്നത്. ഈ ദാനിയേൽ പ്രവാചകന്റെ 6-ാം പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ദാനിയേൽ പ്രവാചകൻ ഭവനത്തിൽ മടങ്ങാതെ ഓരോ ദിവസങ്ങളിലും തന്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് തന്റെ ദൈവത്തെ തന്നെ ആരാധിച്ചു. അറിയാം, ദാനിയേലിന് അറിയാം നന്നായിട്ട് ഇപ്പൊ ഇപ്രകാരം ചെയ്താൽ തന്നെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് എങ്കിൽ പോലും ധൈര്യസമേതം അത് ചെയ്തു. സെബസ്ത്യാനോസ് പുണ്യവാളനും പടയാളിയായിരുന്ന് അവിടെ ഒപ്പമായിരുന്നുകൊണ്ട് ഇവർക്കെല്ലാം സേവനം ചെയ്യുമ്പോൾ അറിയാം, എന്നെങ്കിലും ഞാൻ പിടിക്കപ്പെടും. ആ പിടിക്കപ്പെടുമ്പോൾ പ്രശ്നമാണ്, അവരെന്നെ വധിച്ചേക്കാം എന്നെല്ലാം മനസ്സിലായി. എന്നിട്ട് പോലും ധൈര്യസമേതം മുന്നോട്ട് വന്ന് അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഒന്നാമതായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്ന അടിയുറച്ച വിശ്വാസവും അത് എന്തെന്നില്ലാത്ത ധൈര്യവുമാണ്. ആ ധൈര്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ദാനിയേൽ പ്രവാചകനെ ദാരിയസിന്റെ സമയത്ത് സിംഹത്തിനെ എറിയാനായിട്ട് അവര് വിളംബരം ചെയ്യുകയാണ്. എന്നിട്ട് അന്ന് ദാരിയസ് രാജാവിന് ഈ ചക്രവർത്തിക്ക് എന്തെന്നില്ലാത്ത സ്നേഹമാണ് ദാനിയേൽ പ്രവാചകനോട്. എന്നിട്ട് മനസ്സോടെ ആ സിംഹത്തിന് എറിഞ്ഞു കൊടുത്തു. സിംഹം ഒരു ദിവസങ്ങൾ പട്ടിണിക്ക് ഇട്ടതിന് ശേഷമാണ് ആ സിംഹക്കൂട്ടിലേക്ക് എറിയുന്നത്. എന്നിട്ട് എല്ലാവരും പോകുന്നുണ്ട്. ഈ പ്രവാചകൻ, ഈ ചക്രവർത്തി എന്ത് ചെയ്തു? ഭവനത്തിൽ പോയിട്ട് അന്ന് ഉറങ്ങാതെ രാത്രി മുഴുവനും പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിച്ചുകൂട്ടി. പിറ്റേന്ന് വെളുപ്പാം കാലത്തെ വന്ന് ചോദിക്കുകയാണ്, ദൈവത്തിന്റെ പുരുഷനായ ദാനിയേലേ, നിന്റെ ദൈവം നിന്റെ അടുക്കലേക്ക് വന്ന് നിന്നെ രക്ഷിക്കുവാനായിട്ട് തയ്യാറായോ? എന്നിട്ട് ശ്രദ്ധിച്ചിരിക്കുക, എന്തെങ്കിലും കേൾക്കുമോ എന്ന് ദാനിയേൽ അവിടെ നിന്ന് വെച്ച് പറയുന്നുണ്ട്. എന്റെ ദൈവം എന്നെ രക്ഷിച്ചു, ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് ദാനിയേൽ വിളിച്ചു പറഞ്ഞു. സെബസ്ത്യാനോസ് പുണ്യവാളനെ ഇതാ കൊല ചെയ്യുവാനായിട്ട് അവർ തീരുമാനിക്കുന്ന സമയത്ത് അന്ന് ഡയക്ലഷ്യൻ ചക്രവർത്തി വിളിച്ചു പറയുകയാണ്, സെബസ്ത്യാനോസേ, നീ പടയാളികളിൽ ഉന്നതനാണ്. നീ അലങ്കരിക്കുന്നതായ ആ പദവി, പ്രിറ്റോറിയ എന്നുള്ള പദവി, അത് നിനക്ക് തന്നെ എപ്പോഴും തന്നേക്കാം. നീ ഒന്ന് എല്ലാവരും കാണുകയും ഒന്ന് വന്നിക്കുക, ഇത് ചെയ്തു കൊടുക്കുക, നിനക്ക് ഇതിലും വലിയ പദവി കൊടുത്തരാം എന്ന് പറഞ്ഞിട്ട് ഇതാ സെബസ്ത്യാനോസ് അതിനൊന്നും വഴങ്ങിയില്ല. അവരുടെ മുമ്പിൽ ഇതിനൊന്നും വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. ദാനിയേൽ പ്രവാചകന്റെ അടുക്കലേക്ക് സിംഹങ്ങളാണ് കടന്നു വന്നത്. എന്നാൽ സെബസ്ത്യാനോസിന്റെ അടുക്കിലേക്ക് വരുന്നത് അമ്പുകളാണ്. അമ്പുകൾ എത്തിച്ചേർന്നിട്ട് രക്തം വാർന്ന് ഓരോന്നായി ഇതിന്റെ അവസാനം ആ രക്തമെല്ലാം പോയി തീർന്നപ്പോഴേക്കും നിലം പതിച്ച് മരിച്ചെന്ന് കണക്കൂട്ടിയാണ് ഉപേക്ഷിച്ച് അവർ പോകുന്നത്. അതുകൊണ്ട് അവരുടെ ചിന്തയില് അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. ഓരോ അമ്പം എത്തിയപ്പോഴേക്കും ആ സെബസ്ത്യാനോസ് ഉറപ്പായിട്ടും അത് വേദനയായി തോന്നിയിട്ടില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ്, ദൈവമാണ് എന്നെ സംരക്ഷിക്കുന്നത്. അദ്ദേഹം മൗനമായി വിളിച്ചു പറഞ്ഞു, ഈ അമ്പിനെക്കാളും കൂടുതലായി ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. യഥാർത്ഥ ദൈവം എന്നെ സംരക്ഷിക്കുന്നു, ആ ദൈവം എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് ഈ അമ്പിന്റെ വേദനയൊന്നും എനിക്ക് പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ധൈര്യസമേതം നിലകൊണ്ടു. ഒന്നാമതായിട്ട് എല്ലാത്തിനും ധൈര്യസമേതം വിശ്വാസത്തോടെ നിലകൊള്ളുകയാണ് അദ്ദേഹം ചെയ്തത്. വീണ്ടും നമുക്ക് ജെറമ്യാ പ്രവാചകനിലേക്ക് ഒന്ന് നോക്കിയാൽ, ജെറമ്യാ പ്രവാചകൻ ജെറമ്യാ 26-ാമത്തെ അധ്യായത്തിൽ ജെറമ്യയുടെ ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിനോട് ദൈവം പറയുകയാണ്, ജെറമ്യാ, ഇന്ന് നീ ദേവാലയത്തില് എല്ലാവരും ഒരുമിച്ച് കൂടും, പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അവരോട് പറയണം, ദൈവത്തിന്റെ കൽപ്പനകൾ അവരെ അറിയിക്കുക, ദൈവത്തിന്റെ സന്ദേശങ്ങൾ അവരെ അറിയിക്കുക. അപ്പം അവരിൽ തെറ്റുള്ളതിന് ദൈവം ശിക്ഷിക്കുക എന്നും അതെല്ലാം അതേപോലെ നേരെ മാർഗങ്ങളിൽ സഞ്ചരിക്കുന്നതെല്ലാം പറയുവാനായിട്ട് ജെറമ്യാ അവിടെ ചെന്നിട്ട് എല്ലാം വിളംബരം ചെയ്തു. ഉടനെ കൂടെ ഉണ്ടായിരുന്ന ആ പുരോഹിതരും പ്രമുഖരും എല്ലാം വന്നിട്ട് പറയുന്നു, ഇവനെ കൊല്ലണം എന്ന് പറയുന്നു. ഉടനെ അവർ പറയുന്നുണ്ട്,
ഈ ജെറമ്യാ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഒരു തെറ്റുകളൊന്നും ചെയ്യാത്ത ഒരു നിർദ്ധനായ ഒരുവന്റെ രക്തമാണ് നിങ്ങൾ ചിന്താൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രം പറയുന്നുണ്ട്. എന്നിട്ട് അവര് ആ രാജ്യത്തിലെ പ്രമുഖരുടെ അടുക്കിലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ അവർ പറയുന്നു, ഇല്ല, നിങ്ങൾ കൊല്ലരുത്, പ്രശ്നമുണ്ട്. അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നുമാണ് എങ്കിൽ നമ്മൾ തന്നെ ശിക്ഷിക്കപ്പെടും. അവൻ ദൈവത്തിൽ അല്ല എങ്കിൽ തനിയെ അവന് അവസാനിച്ചു കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ദാനിയേൽ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഈ സെബസ്ത്യാനോസിന്റെ ജീവിതത്തിലും ഓരോ നിമിഷങ്ങളിലും ഇതേപോലെ ഏത് നിമിഷത്തിലും അതിനെ അത്ഭുതകരമായിട്ട് ദൈവം അവനെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് ജെറമ്യാ ദൈവം സംരക്ഷിച്ചതുപോലെ ജെറമ്യാ വീണ്ടും വീണ്ടും ദൈവത്തിന്റെ സന്ദേശങ്ങൾ എല്ലാവർക്കും കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്ദേശം ധൈര്യസമേതം കൊടുത്തതുപോലെ സെബസ്ത്യാനോസ് തന്റെ ജീവിതത്തിൽ ധൈര്യസമേതം ദൈവം എന്നെ ഏൽപ്പിച്ചതായ ആ ദൗത്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ജെറമ്യാ പ്രവാചകൻ ഒത്തിരിയധികം സെബസ്ത്യാനോസിൽ നിന്നും ഒത്തിരിയധികം അടുത്തറിയുന്നുണ്ട്. ഇനി യെശയ്യാ പ്രവാചകനെ നോക്കിയാല് സഹനത്തിന്റെ ദാസൻ എന്നാണ് യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒത്തിരിയധികം കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന യെശയ്യാ എങ്കിലും ദൈവത്തിന്റെ സന്ദേശം മറ്റുള്ളവർ അറിയിക്കുന്നതെന്നും ഒരിക്കലും പിന്മാറാത്ത യെശയ്യാ. അതേപോലെ സെബസ്ത്യാനോസ് പുണ്യവാളൻ എല്ലാവരെയും ദൈവത്തിന്റെ ആ സന്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടേയിരുന്നു. ഈ ജനുവരി മാസത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, എല്ലായിടത്തും സെബസ്ത്യാനോസ്. ചിലത് ഞായറാഴ്ചകളിൽ അന്ന് തന്നെ പല പള്ളികളിലെ തിരുനാൾ സെബസ്ത്യാനോസിന്റെ ആ അനുഗ്രഹവും സംരക്ഷണവുമെല്ലാമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. സെബസ്ത്യാനോസ് വഴി ലഭ്യമാകുന്ന അനുഗ്രഹങ്ങൾ നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. സെബസ്ത്യാനോസ് വഴി നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹങ്ങൾ ഇനിയും ഒത്തിരിയധികം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ടുണ്ട്. അത് ഇനിയും എത്തിച്ചേരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ഇനിയും വേണ്ടത്. വീണ്ടും നമുക്ക് ബൈബിളിലേക്ക് നോക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ പ്രത്യേകത എന്താ? പലതുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഇതാ മർക്കോസിന്റെ സുവിശേഷം 11 പറയുന്നുണ്ട്, ലൂക്കായുടെ സുവിശേഷം 7 പറയുന്നുണ്ട്. ഇവനെ ഇതാ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നതായ അവൻ ഇതാ സന്ദേശം അയക്കുന്നു. യേശുവിന് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും സന്ദേശം അയക്കുന്നു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരാളെ പ്രതീക്ഷിക്കണമോ? യോഹന്നാൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ യേശു ഉണ്ടെന്ന് അറിയുമ്പോൾ എങ്ങനെയെങ്കിലും ഈ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ട്, ജീവൻ നിലനിൽക്കുവാനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവൻ പറഞ്ഞത്, എന്നെ ദൈവം ഏൽപ്പിച്ചതായി ഈ ജോലികളെല്ലാം ഞാൻ ചെയ്തു തീർത്തു, അത് ഇനിയും ചെയ്യണമോ എന്ന് തിരയുക മാത്രമാണ്. അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ചില്ല. ആകെ ചിന്തിച്ചത് ദൈവം എന്നെ ഏൽപ്പിച്ച ഓരോ കർത്തവ്യങ്ങളെ കുറിച്ച് മാത്രമാണ്. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്, ഹെരോദോസ് എതിരായിട്ട് സത്യം വിളിച്ചു പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ സ്നാപകനെ അവര് തല ഛേദിച്ചു കൊന്നുകളയുകയാണ്. ഈ സെബസ്ത്യാനോസ് അമ്പുകളാൽ അവിടെ വീണ് മരിച്ചുവെന്ന് അവർ കരുതി മുന്നോട്ട് പോയി അവിടുന്ന് അയരനാണ് സംരക്ഷിക്കുന്നത്. അയരനെ സംരക്ഷിച്ചിട്ട് പലരുടെയും അനുഗ്രഹത്താൽ സഹായത്താൽ വീണ്ടും ജീവനോടുകൂടി ആ ധൈര്യത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നേരെ സെബസ്ത്യാനോസ് പോകുന്നത് രാജാവിന്റെ അടുക്കിലേക്കാണ്. രാജാവിനോട് പറയുകയാണ്, ഈ യഥാർത്ഥ വിശ്വാസത്തിൽ വന്നില്ല എങ്കിൽ നിനക്ക് നാശമെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് വിളംബരം കൊടുക്കുകയാണ്, താക്കീത് കൊടുക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, ഇവനെ കൊന്നുകളയാൻ തീരുമാനിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഒത്തിരി ധൈര്യത്തോടു കൂടിയാണ് എന്ത് വില കൊടുത്തും ജീവൻ തന്നെ പോയാലും എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിർവഹിക്കണമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. അതേപോലെ സെബസ്ത്യാനോസും തന്റെ ജീവിതത്തിൽ തന്നെ ഏൽപ്പിച്ചതായ ദൗത്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിർവഹിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് സഞ്ചരിച്ചു. മരിക്കുകയല്ല ചെയ്തത്, സ്വർഗത്തിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത്. നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ എങ്ങനെ ആയിരിക്കണം? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു വെക്കുന്ന ഒരു സംഭവമുണ്ടല്ലോ. സാറായിയെ ഭയപ്പെട്ട്
ഹാഗാർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. സാറായി ഈ ഹാഗാറിന് കുഞ്ഞില്ലാത്തത് കൊണ്ട് സാറായിക്ക് കുഞ്ഞില്ലാത്തത് കൊണ്ട് അബ്രാഹത്തോട് പറയുന്നു, നിനക്ക് കുഞ്ഞിനെ തരുവാനായിട്ട് ഹാഗാറിനെ എടുത്തുകൊള്ളൂ. അങ്ങനെ ഹാഗാർ ഗർഭിണി ആകുമ്പോഴേക്കും ഹാഗാറിന് കുറച്ചൊക്കെ അഹങ്കാരം വന്നിട്ട് സാറായിയെ പീഡിപ്പിക്കുവാൻ തുടങ്ങി, കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങി. കഷ്ടപ്പെട്ട ഈ സാറായി അവിടെ പരാജയപ്പെട്ട് ഓടുകയല്ല, പരാജയത്തിൽ വീഴുകയല്ല. അബ്രാഹത്തോട് പറയുന്നു, ഇതെല്ലാം സങ്കടം പറയുമ്പോൾ അബ്രാം ഒരേ ഒരു കാര്യം, സാറായി ഇന്നും ഹാഗാർ നിന്റെ അധികാരത്തിന് കീഴിലാണ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ അധികാരങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ഞാനെന്ന അധികാരം നമ്മൾ ഓരോരുത്തരും മറന്നു പോകുന്നു. ഒരു അപ്പൻ എന്നുള്ള അധികാരം, അമ്മ എന്നുള്ള അധികാരം, ചേച്ചി എന്നുള്ള അധികാരം, ജ്യേഷ്ഠൻ എന്നുള്ള അധികാരം, മകൻ എന്നുള്ള അധികാരം, മകൾ എന്നുള്ള അധികാരം, മരുമകൾ എന്നുള്ള അധികാരം, മരുമകൾ എന്നുള്ള അധികാരങ്ങളാണ്. അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോന്നും നിർവഹിച്ചുകൊണ്ട് അതിൽ നിലനിന്നുകൊണ്ട് നമുക്ക് നോക്കാം ഹാഗാർ എങ്ങനെയെല്ലാം ഇതിനെ നേരിട്ട് ഒന്ന് നോക്കാം. നമുക്ക് ഹാഗാർ അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നവർക്ക് എവിടേക്കൊന്നും ഒരു ലക്ഷ്യമില്ലല്ലോ. ഇതാ ഒളിച്ചോടി പോവുകയാണ്. പോകുമ്പോൾ ഒരു നദിക്കരയിൽ നിന്നുകൊണ്ട് മാലാഖ ഹാഗാറെ നിർത്തുന്നു. സാറായിയുടെ ജോലിക്കാരെ, ഹാഗാറെ, നീ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? നീ എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? അപ്പോഴാ ഹാഗാർ ചിന്തിക്കും, അതെ ഞാൻ എവിടെ നിന്ന് വന്നു കൃത്യമാണ്. സാറേ പറഞ്ഞു, അതെ ഞാൻ എന്റെ യജമാനത്തി സാറായി ഞാൻ ഓടി വരുന്നു. എവിടേക്ക് പോകുന്നു? ഒരു പിടുത്തവുമില്ല. ഹാഗാറിനോട് ഹാഗാർ വിചാരിച്ചു, ഈ മാലാഖ എന്നെ ആശീർവദിക്കും, ഇനി മുതൽ കഷ്ടപ്പാടൊന്നും ഉണ്ടാവില്ല, ഇനി സുഖമായിട്ട് ജീവിക്കാമെന്നാണ് ഹാഗാർ വിചാരിച്ചു. ഹാഗാറിന് ആകെ പറഞ്ഞത്, ഹാഗാറെ നീ തിരിച്ചു പോ. ഹാഗാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവർക്ക് വരാൻ പോകുന്നതായ അനുഗ്രഹങ്ങളെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, അവിടെ തലമുറയെ കുറിച്ച് ഇതെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ട് ഹാഗാറിനെ ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ഹാഗാറെ നീ ഒളിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, ദൈവം നിന്നെ മറന്നിട്ടില്ല, ദൈവത്തിന്റെ മനസ്സിൽ ഇപ്പോൾ നിന്നോട് ദൈവം കൂടെയുണ്ട്. അവിടെ നീ വിഷമിക്കുകയൊന്നും വേണ്ട, ഭയപ്പെടുകയൊന്നും വേണ്ട, ഒന്നും ഒരു രീതിയിൽ നീ പിന്മാറേണ്ട കാര്യമില്ല, ധൈര്യമായി മുന്നോട്ട് പോകുക എന്ന് പറയുന്ന ആ ഹാഗാർ ധൈര്യമായി തിരിച്ച് സാറായി അടുക്കലേക്ക് തന്നെ ചെന്നു. തിരിച്ചു ചെന്നപ്പോൾ ഹാഗാർ വ്യത്യസ്തമായ വ്യക്തിയായി മാറി. കാരണം ഹാഗാർ ഇപ്പോൾ തിരിച്ചറിഞ്ഞു, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് ആ ഹാഗാർ അവിടെ പോയി സാറായിയുടെ കൂടെ ജീവിച്ചത്. സാറായി അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഓരോ ജോലിയും ഒരു വേലക്കാരി എന്നല്ല ആക്കുന്നത്, ദൈവം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു എന്ന മനോഭാവത്തോടു കൂടി, ചിന്തയോടുകൂടി, പ്രാർത്ഥനയോട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഹാഗാറിന് ദൈവം ഒപ്പമുണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരെയും ഓരോ ജോലികൾ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവമാണ്. നമുക്കെല്ലാവർക്കും ഉയരുന്ന സ്ഥാനം മാത്രമാണ് വേണ്ടത്, അതല്ല വേണ്ടത്. ഞാൻ എന്തും ആയിക്കൊള്ളട്ടെ, ഇതാ ഒരു ക്ലീൻ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നമ്മള് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും തുടച്ച് മെച്ചപ്പെടുത്തുന്ന ജോലി ആയിക്കൊള്ളട്ടെ, അങ്ങനെ അല്ലെങ്കിൽ വരുന്നവരെ ഒന്ന് നോക്കി ഒരു മനസ്സമാനത്തോടെ ഒന്ന് പുഞ്ചരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ഇതെല്ലാവും നമ്മൾ ചെയ്യുന്ന ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളാണ്. ഈ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓർക്കുക, ധൈര്യസമേതം എന്ത് വില കൊടുത്തും ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഞാൻ നിർവഹിക്കും. ഒളിച്ചോടിപ്പോടുവാൻ എല്ലാവർക്കും സാധിക്കും, പക്ഷേ നേരിടുവാൻ ഏത് അവസരത്തിലും ഏത് സമയത്തും എന്നെ ഏൽപ്പിച്ച ജോലി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ധൈര്യമുണ്ടാകണം. ഇന്ന് അധികാരം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനെന്നുള്ള അധികാരം, അമ്മയെന്നുള്ള അധികാരം, അത് ആദ്യം തന്നെ അധികാരം നമുക്കത് ലഭ്യമാകുന്നില്ല, നമുക്ക് ധൈര്യമില്ല. ധൈര്യസമേതം മുന്നോട്ട് പോകാം. ദൈവം ഒപ്പമുണ്ട്. ഈ തിരുനാളിന്റെ ഓരോ ദിവസങ്ങളിലും നമുക്ക് ധൈര്യസമേതം തന്നെ മുന്നോട്ട് പോകാം. നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. എന്നെ ഏൽപ്പിച്ചിരുന്ന ദൗത്യമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധ്യമാകുകയില്ല, കാരണം ദൈവം എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യസമേതം മുന്നോട്ട് പോകും. ദൈവം ഏൽപ്പിച്ചത് ഓരോന്നും നിർവഹിച്ചുകൊണ്ട് ഞാൻ ദൈവത്തിലേക്ക് സഞ്ചരിക്കും, ദൈവത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എനിക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഈ ദിവസങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ആയിരിക്കാം, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, സ്നേഹത്തോടെ, ത്യാഗത്തോടെ, ധ്യാനത്തോടെ നമുക്ക്
ദൈവത്തോട് ഒപ്പമായിരിക്കാം. നമ്മെ ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവമാണ്. ദൈവത്തോട് നമുക്ക് ഒപ്പമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ ദിവസങ്ങളിലും പരസ്പരം നമുക്ക് ഒത്തിരി വിട്ടുവീഴ്ച മനോഭാവത്തോടും സ്നേഹത്തോടും സഹകരണത്തോടും നമുക്ക് മുന്നോട്ട് പോകാം. ആവശ്യമായ എല്ലാ സഹകരണങ്ങളും അല്പത്യാഗ മനോഭാവത്തോടുകൂടി ചെയ്യുക. ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുക. ഈ ദിവസങ്ങളെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്. തിരുനാൾ ദിവസം വരെയും നന്നായിട്ട് ഒരുങ്ങുക. ദൈവം നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെല്ലാവരും ഒരു കുഞ്ഞ് മാതാപിതാക്കളുടെ കരങ്ങളിൽ സുരക്ഷിതമാകുന്നപോലെ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമാകുക. ദൈവം എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.